ഹലോ മൈ ഗായ്സ്, അപ്പോൾ ഞാനെന്ന് പറയാൻ പോണത് എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് 11 ആണ്. എൻ്റെ ഒപ്പീനിയനിൽ ഓൾ ടൈമാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗോൾ കീപ്പറായി ഞാൻ ചൂസ് ചെയ്യുക ജിജി ബുഫോണാണ്. വൺ ഓഫ് ദി ലെജൻഡറി ഗോൾ കീപ്പർ. യുവൻറ്റസിന് വേണ്ടിയും ഇറ്റലിക്ക് വേണ്ടിയും കളിച്ചു. നല്ലൊരു ഗോൾ കീപ്പറായിരുന്നു. ഒരുപാട് നല്ല ലെജൻഡറി സേവുകളും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ സേവുകളൊക്കെ ബുഫോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെൻട്രൽ ബാക്കാണ്. സെൻട്രൽ ബാക്കായിട്ട് ഞാൻ ചൂസ് ചെയ്യുക ഫ്രാൻസ് ബെക്കംബോറും സെർജിയോ റാമോസുമാണ്. സെർജിയോ റാമോസിൻ്റെ ഹാർഡ് ടാക്കിൾസും ഫിസിക്കാലിറ്റിയും ഹെഡേഴ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ ഫ്രാൻസ് ബെക്കംബോർ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് കളികളൊന്നും കണ്ടില്ല. ചെറുതായിട്ട് ചെറിയ ഡിഫെൻഡിങ്ങുകളൊക്കെ കണ്ടിട്ട് കണ്ടതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് ഞാൻ പൗളോ മാൾഡീനിയാണ് എൻ്റെ ലെഫ്റ്റ് ബാക്ക്. റൈറ്റ് ബാക്കായിട്ട് മാൾഡീനിയെ പറ്റി പറയണം. മാൾഡീനി ഒരു ലെജൻഡറി ഡിഫൻഡർ, ബെസ്റ്റ് ഡിഫൻഡർ എവർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി നിശേഷിക്കുന്ന ഡിഫൻഡറാണ്. അദ്ദേഹത്താണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ എന്ന് ഞാൻ പറയാം. പിന്നെ റൈറ്റ് ബാക്കായിട്ട് കഫു ആണ്. ഒരു ബാക്കായിട്ടും ഡിഫൻഡറായിട്ടും മാജിക് സ്കില്ലുകളൊക്കെ ചെയ്യുന്ന മജീഷ്യൻ ആസ് എ ഡിഫൻഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരു താരമാണ് കഫു. പിന്നെ സെൻട്രൽ മിഡാണ് ഞാൻ ചൂസ് ചെയ്യുന്ന ഫോർമേഷൻ 4-3-3 അറ്റാക്ക് എന്ന ഫോർമേഷനാണ്. അപ്പം ഒരു സെൻട്രൽ മിഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുക സിനദീൻ സിദാനെയും, മറ്റേ സെൻട്രൽ മിഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുക മറ്റേ സെൻട്രൽ മിഡായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടോണി ക്രോസ്, മോഡ്രിച്ച്, ബെക്കാം. ബട്ട് ഐ പ്രിഫർ ബെക്കാം. അവൻ്റെ പാസിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്യാമായിട്ട് യോഹാൻ ക്രൈഫിനെയാണ് ഞാൻ ചൂസ് ചെയ്യുക. ക്രൈഫാണ് എൻ്റെ ക്യാം. റൈറ്റ് വിങ് ആയിട്ട് ലിയണൽ മെസ്സി ലെജൻഡറി ഫുട്ബോളറായിരുന്നു. അടിപൊളി ഡ്രിബ്ലിങ്ങുകളും സ്കോറിങ്ങുകളും. മെസ്സിനെ കുറിച്ച് ഞാൻ കുറേ പറഞ്ഞിട്ടില്ല. പിന്നെ ലെഫ്റ്റ് വിങ് ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കുറേ പറയേണ്ട ആവശ്യമുണ്ടാവില്ല. പിന്നെ സ്ട്രൈക്കറായിട്ട് റൊണാൾഡോ നസാരിയോ. അപ്പം നിങ്ങളുടെ ഡ്രീം ടീം താഴെ കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.